എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവോണ ദിവസത്തെ വ്ളോഗുമായിട്ടാണ്. വിശദമായിട്ടങ്ങ് കാണിക്കുന്നില്ല, എന്നാലും സദ്യയുടെ ചെറിയ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ഗെറ്റ് ടുഗദറൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ ഓണം വന്നത് ഒരു വീക്ക് ഡേ ആണല്ലോ, അപ്പം നമുക്ക് വർക്കിംഗ് ഡേ ആണ് ബുധനും വ്യാഴവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സമയത്ത് ആണ് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറി, അതുപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, പിന്നെ പച്ചടികൾ, അതൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കിയില്ല, കുറച്ച് കറികൾ എൻ്റെ ഫ്രണ്ട് ലിൻഷിയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദറായിരുന്നു. ബുധനാഴ്ചയും വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആണ് ഇത് എല്ലാം റെഡിയാക്കി വെച്ചത്. അപ്പോൾ രാവിലെ 10 മണിക്ക് മുമ്പ് എല്ലാ ജോലികളും തീർക്കണം. അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ കുറേ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ നല്ല തണുപ്പായത് കാരണം ചീത്തയാവില്ല. കൂട്ടുകറി ഉണ്ടാക്കി, അതുപോലെ തന്നെ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക നല്ലതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം പച്ചടിയുടെ അരപ്പിലേക്ക് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തണുത്ത് വന്നപ്പോൾ നല്ല കട്ട തൈരും കൂടെ ചേർത്തിട്ട് എടുത്തു. ഇതേപോലെ തന്നെ വെണ്ടയ്ക്കയും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അവിയൽ ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി. അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ്, പടവലങ്ങ, കായ, മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേദിവസം ഒരു സെറ്റ് ചോറുണ്ടാക്കി വെച്ചു. ബാക്കി നമ്മൾ അടുത്ത ദിവസമാണ് ഉണ്ടാക്കുന്നത്. മട്ടേരി കൊണ്ടുള്ള ചോറ് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ 2 ടൈപ്പിലുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കടലപ്പരിപ്പ് പ്രഥമനും അതുപോലെ തന്നെ സേമിയ പായസമായിരുന്നു. കടലപ്പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകറി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള പടവലങ്ങയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയൽ ഉണ്ടാക്കി. അതുപോലെ തന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിച്ചെടുത്തു. അതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ട് പായസം നന്നായിട്ട് തിളച്ച് വന്നു. പിന്നെ സാമ്പാറിലേക്ക് ചേർക്കാനുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ച് അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു. ഇതൊരു സദ്യ സ്റ്റൈലുള്ള സാമ്പാറാണ്. നല്ല റിയൽ ആയിട്ടുള്ള സാമ്പാറിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു സാമ്പാറാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതിനെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മളുടെ ഓണം റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തോ, എന്തൊക്കെയാണ് ട്രൈ ചെയ്തതെന്നുള്ളതും വീഡിയോയുടെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ സദ്യ ഫുൾ മെനു ഒരുപാട് പേര് കണ്ട് നല്ല ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ട്രൈ ചെയ്തെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് തലേദിവസം ഉണ്ടാക്കി വെച്ചത്. തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർത്തിട്ട് പ്രഥമനും റെഡി ആയിട്ടുണ്ട്. ഇനി തിരുവോണത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് അടുത്ത സെറ്റ് അരി വെച്ചു. ഇത് നമ്മൾ ജയ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ അരിക്ക് ഭയങ്കര വേവായിരുന്നു. ഞാനൊരു 6 മണിയായപ്പം വേവാനായിട്ട് ഇട്ടതാണ്. ഒരു 3-4 മണിക്കൂർ എടുത്തത് വേവാനായിട്ട്. കുക്കറിൽ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചാണ് എടുത്തത്. കുട്ടികൾക്കന്ന് സ്കൂളിൽ പോകണം എന്ന് ഒരേ വാശിയായിരുന്നു. നമ്മൾ വീട്ടിലിരിക്കാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അവർക്ക് സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോയാൽ മതി, വൈകിട്ട് വന്നിട്ട് സദ്യയൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരെ രാവിലെ തന്നെ ഒരുക്കിയിട്ട് നമ്മൾ വിടുകയാണ്. 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇവരൊരു 6:30 ആകുമ്പം എണീക്കും. അപ്പോൾ ഞങ്ങൾ 2 പേരുടെ ഇവരെ ഒരുക്കി, അതുപോലെ പല്ല് തേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരെ സ്കൂളിലേക്ക് വിടുകയാണ്. സാധാരണ ഇവർ സ്കൂളിലേക്ക് പോകുന്നത് ഒരു 7:15 സമയമൊക്കെ ആകുമ്പോഴാണ്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 11:30 ആകുമ്പോൾ ലഞ്ച് കൊടുക്കും. പിന്നെ ഒരു 2:30 സമയമാകുമ്പോഴത്തേക്ക് സ്നാക്ക് പോലെ ഒരു സ്നാക്കും അതുപോലെ തന്നെ ബ്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കും. നല്ല ഫുഡാണ് സ്കൂളിലെ. അതുപോലെ ഇപ്പം ഇവിടെ കുറച്ച് ചൂടൊക്കെ ആയിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീമൊക്കെ ഇട്ട് നന്നായിട്ട് മുഖത്തും കയ്യിലൊക്കെ ഇട്ടിട്ടാണ് വിടേണ്ടത്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവരെ ഞാൻ തലേദിവസം രാത്രിയിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ കുളിപ്പിക്കാനായിട്ട് സമയമില്ല. തലേദിവസം കുളിപ്പിച്ചിട്ട് ഉറങ്ങുന്നതിന് മുന്നായിട്ട് കുളിപ്പിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരുക്കി വിടുകയും ചെയ്യാം. എല്ലാ ദിവസവും ഇങ്ങനെ അടങ്ങിയിരുന്നൊന്നും തരില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവർ ഉറക്കമായിട്ട് ഇരിക്കും. പക്ഷേ അന്നേരം നമ്മൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കണം, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മൾ രാവിലെ ഭയങ്കര ഒരു തിരക്കാണ്. കുഞ്ഞാൾ പ്രീ സ്കൂളിലാണ്, മൂത്താൾ വലിയ സ്കൂളിലായി, ഗ്രേഡ് 1-ലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറുതായിട്ട് പഠനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം തൊട്ട് അവർ ചെറുതായിട്ട് നമ്മുടെ ലാംഗ്വേജും അതുപോലെ തന്നെ മാത്സും ഒക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 പേരും കൂടെ ആണ് അവരെ സ്കൂളിൽ വിടുന്നത്. ഇനി ഇവർ നേരത്തെ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹസ്ബൻഡ് മാത്രം കൊണ്ടുവിടും. സമ്മറായപ്പോൾ ഇവരുടെ മുടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് കയറിപ്പോയി.
നന്നായിട്ട് കട്ട് ചെയ്തതാണ്. അവർ ലാസ്റ്റ് വന്നപ്പം ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യുന്ന പോലെ എന്തോ ഒരു പരിപാടി ചെയ്തപ്പം താഴത്തെ ഉള്ളെല്ലാം കളഞ്ഞ ഒരു രീതിയിൽ ആക്കി കളഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഇനി മുടി വെട്ടാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കാണ്. ഇനി മുടി വളർത്തണം എന്നുള്ളൊരിതാണ്. ചൂടായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ മുടി രാവിലെ നമ്മൾ ഒതുക്കി ഒക്കെ വിടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇതിപ്പം കട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ്. നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെ ഞാൻ അരിയൊക്കെ വെച്ചത് കാരണം കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കുക്കിംഗ് ഒന്നും രാവിലെ ചെയ്യാറില്ല. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇവരെ റെഡിയാക്കി എടുക്കുകയാണ് പതിവ്. ഇപ്പോൾ നമ്മൾ 7:28 ആയിട്ടുണ്ട്. കറക്റ്റ് 7:30 ആകുമ്പം സ്കൂളിലെത്തണം. 7:30ക്കാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. റോഡിൽ സ്പീഡ് വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പ്രീ സ്കൂൾ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ സമയമില്ലാത്ത ദിവസങ്ങളിൽ വണ്ടിയിൽ പോകും. അല്ലാത്ത ദിവസം ചിലപ്പോൾ നടന്നും പോകാറുണ്ട്. അങ്ങനെ മുത്തിൻ്റെ സ്കൂളാണ് ആദ്യം. അപ്പോൾ അവിടെ ഞാനാണ് മുത്തിനെ കൊണ്ടുവിടുന്നത്. ഇന്ന് മുത്ത് വളരെ ഹാപ്പി ആയിട്ട് നല്ല സ്പീഡിൽ ഓടിപ്പോകുന്നുണ്ട്. സാധാരണ ദിവസം സ്കൂളിൽ പോകാൻ നേരം രാവിലെ പുള്ളിക്കാരി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആദ്യം പോകാനായിട്ട് കുറച്ച് മടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഹാപ്പി ആവുന്നത്. പക്ഷേ സ്കൂളിൽ പോകാൻ വേണം. അങ്ങനെ രണ്ടുപേരെയും വിട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കടയിലൊന്ന് കയറണം. അപ്പോൾ നമ്മൾ പഴം മേടിച്ചിട്ടില്ലായിരുന്നു. പഴം നമ്മൾ നേരത്തെ തന്നെ മേടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്നത് കേടായി പോകുന്നതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമ്മൾ പഴം മേടിക്കണം. ഇത്തവണ നമുക്ക് അത്തപ്പൂ അതുപോലെ തന്നെ വാഴയില അതൊന്നും സമയത്ത് വന്നില്ല. സാധാരണ സ്പൈസ് ഓൺ വീൽസ് നേരത്തെ അത് വരാറുള്ളതായിരുന്നു. ഇത്തവണ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് വാഴയിലാണ് ഇത്തവണ ഓണം ഉണ്ടുന്നത്. പ്ലാസ്റ്റിക് വാഴയിലെങ്കിലും ഉണ്ട്. ഇവിടെ വാഴയില കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചില തായ് ഷോപ്സിലൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള വാഴയിലുണ്ട്. അപ്പോൾ അത് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ അത്തപ്പൂവിന് വേണ്ടിയിട്ട് നമ്മൾ റോസാപ്പൂക്കളും അതുപോലെ തന്നെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ജമന്തി ടൈപ്പുള്ള ഒരു പൂവുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയും കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കണം. ഇനി ഇവിടെ ഇപ്പം വിൻ്ററൊക്കെ ആകാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ചെടികളൊക്കെ കടകളിലൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ആ കാണുന്ന മഞ്ഞപ്പൂ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പൂവും പഴവും മാത്രമാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് രാവിലെയാണ് ഞാൻ പരിപ്പും അതുപോലെ തന്നെ സേമിയ പായസവും പപ്പടവും കാച്ചി. പിന്നെ കറികൾക്കൊക്കെ കടുക് വറക്കാനുണ്ടായിരുന്നു. അതും രാവിലെയാണ് ചെയ്തത്. ബാക്കിയെല്ലാം നേരത്തെ ചെയ്തു വെച്ചതുകൊണ്ട് രാവിലെ അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് പാത്രമൊക്കെ ഡിഷ് വാഷറിൽ നിന്നൊന്ന് എടുത്ത് ഹെൽപ്പ് ചെയ്യാണ്. അതുപോലെ ഞാൻ ഈ കുക്കിംഗ് ആയിട്ട് ഇങ്ങനെ തലേദിവസം തൊട്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ ക്ലീനിങ് ഒക്കെ ഹസ്ബൻഡാണ് ചെയ്തത്. കടുക് വറക്കാനുള്ള ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ്. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ദോശയും സാമ്പാറുമാണ്. സാമ്പാർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി. ഈ ദോശമാവ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ നമ്മൾ സേമിയ പായസം വെച്ചു. സേമിയ പായസം നമ്മൾ 2 ലിറ്റർ പാലിനാണ് വെച്ചിട്ടുള്ളത്. ഒരു 8 പേര് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് എല്ലാം കൂടി ഇത് അധികവും വന്നു. എന്നാലും തികയാതെ വരരുതല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ 2 ലിറ്ററിന് വെച്ചു. 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവസാനം ഇതിലേക്ക് കുറച്ച് കാരമൽ സിറപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വന്നു. നമ്മുടെ കാരമൽ സേമിയ പായസം, അതായത് ബട്ടർ സ്കോച്ച് സേമിയ പായസം നിങ്ങളിതുവരെ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ പപ്പടം വറുത്ത് വെച്ചു. ഇത്തവണ നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ പപ്പടമാണ് വറുത്തത്. അടുക്കള മുഴുവനായിട്ടും വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് കരുതി. പാത്രങ്ങളൊക്കെ അപ്പുറത്തെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ആദ്യം തന്നെ സ്റ്റൗ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഈ ഹോബ് കഴുകാനായിട്ട് ഒരു ലിക്വിഡ് ഉണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും നമ്മളൊരു സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നേരം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുടച്ച് ക്ലീൻ ആക്കാം. പെട്ടെന്ന് കിച്ചൺ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ല, അതൊരു കണ്ടു നോക്കണം. തലേദിവസം തൊട്ടുള്ള അഴുക്കുകളൊക്കെ ഹോബിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ഒന്ന് അടുക്കി നിരത്തി വെച്ചു. പിന്നെ നമ്മൾ പായസത്തിൻ്റെ കൂടെ ബോളി സെർവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോളി നമ്മൾ സിപ്പ് ലോക്ക് കവറുകളിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നോർമലാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് വീട്ടിലിരുന്നായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഇടയ്ക്ക് ഓഫീസിലെ പണികളും ഉണ്ടായിരുന്നു. അങ്ങനെ 10 മണിക്ക് മുന്നായിട്ട് തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞു വന്നു. ഇതാണിപ്പോൾ നമ്മുടെ ബാൽക്കണിയുടെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഒരുപാട് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വിളവെടുത്തു. പിന്നെ പൂക്കളൊക്കെ കുറച്ചൊക്കെ പോയി. ഇനിയിപ്പോൾ തണുപ്പൊക്കെ വരികയാണ്, അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും പൂക്കളൊക്കെ. ഒരു 12:30 സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പം അത്തപ്പൂ ഇടാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾ ചെറിയൊരു അത്തപ്പൂ ഉണ്ടാക്കി. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് വാഴയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 ലെയറായിട്ടാണ് വാഴയില നമ്മൾ ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ലീക്കായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതി. അപ്പോൾ എല്ലാവരും കൂടെയാണ് നമ്മൾ ലഞ്ചൊക്കെ സെർവ് ചെയ്തത്. ഒരുപാട് കറികളുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ലിൻഷയും കറികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയിൽ കറികൾ വെക്കാനായിട്ട് ആയിരുന്നു സ്ഥലം, ചോറ് വിളമ്പാനായിട്ട് സ്ഥലം കുറവായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അത് സെർവ് ചെയ്തു. ഇതൊരു ഫ്യൂഷൻ പോലെ ആയിരുന്നു, ഒരു മധ്യ തിരുവിതാംകൂർ സ്റ്റൈലും അതുപോലെ തന്നെ ലിൻഷ കോഴിക്കോടാണ്. അപ്പോൾ ഒരു മലബാർ സ്റ്റൈലിൻ്റെയും കൂടി ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഓണസദ്യ ആയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓണസദ്യ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് കറികളൊക്കെ കുറവുണ്ടെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എരിശ്ശേരി, ഓലൻ അങ്ങനെയുള്ളത്. നമ്മൾ ആലപ്പുഴ സൈഡിലോട്ട് എരിശ്ശേരി, ഓലൻ അങ്ങനെ സദ്യയിൽ വിളമ്പാറില്ല. ഞാൻ ആ വിളമ്പി അത്രയും കറികളാണ് സാധാരണ ആലപ്പുഴയിൽ വിളമ്പാറുള്ളത്. ഓലനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മത്തങ്ങ അരിശ്ശേരിയും. അപ്പോൾ നമ്മുടെ ഈ സദ്യയിൽ മത്തങ്ങ അരിശ്ശേരി ഉണ്ട്, ഇഞ്ചി തൈര് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു പുതുമയാണ് ആലപ്പുഴ സൈഡിലേക്ക്. അപ്പോൾ എല്ലാം വിളമ്പി കഴിഞ്ഞ് ചോറ് വിളമ്പാനായിട്ട് കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള സ്ഥലത്ത് ചോറ് വിളമ്പി പിന്നീട് എടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ തന്നെ എല്ലാം വെച്ചു. എല്ലാവർക്കും കറികളെല്ലാം ഇഷ്ടപ്പെട്ടു. കുറച്ച് പേര് മലയാളികളും കുറച്ച് പേര് നോൺ മലയാളീസും ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണസദ്യ നമ്മൾ ഇത്തവണ ഉണ്ടാക്കി. കഴിഞ്ഞ തവണ ഓണസദ്യ നമുക്ക് ആ കറക്റ്റ് ഡേറ്റിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല. നമ്മളപ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഓണസദ്യ ചെറുതായിട്ടൊന്ന് ഒരുക്കിയിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, നമ്മുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷമുള്ളൊരു ആദ്യത്തെ പ്രോപ്പറായിട്ടുള്ള തിരുവോണത്തിന് ഉണ്ടാക്കുന്ന ഒരു ഓണസദ്യയാണ് ഇത്. അങ്ങനെ ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞ് നമ്മളൊരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ബോളിയും പായസവും. അപ്പോൾ ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ട് ആദ്യം അതാണ് ചോദിച്ചത്. രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവർക്ക് കൊതി തോന്നുമ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവർ സദ്യയിലെ എല്ലാ ഐറ്റംസൊന്നും അങ്ങനെ കഴിക്കില്ല. ചില കറികളാണ് രണ്ടുപേർക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് കൊടുക്കും. അങ്ങനെ ബോളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവരെ അത്തപ്പൂവിൻ്റെ അടുത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ ആ ദിവസം. പിന്നെ വൈകുന്നേരം നമ്മൾ പുതിയ സിനിമ എന്തോ കണ്ടു. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ പോയി. മിക്ക ആൾക്കാരും വീക്കെൻഡിലായിരിക്കും ഓണം കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ഉള്ളവർ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഓണാഘോഷത്തിൻ്റെ വ്ളോഗാണ് നിങ്ങൾ കണ്ടത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പികളും വ്ളോഗുകളുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്